ഗ്ലോറി ടു ഗോഡ്. ലീവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരെയും ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വിധങ്ങൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭത്തിൽ തന്നെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് റൂബിൻ ഫ്രാൻസിസ് ബ്രദറും കുടുംബവും ചേർന്നാണ്. തൻ്റെ പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത്, താൻ ഈ സെപ്റ്റംബർ മാസം തന്നെ താൻ ദുബൈയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നാട്ടിലായിരിക്കുന്നു. തൻ്റെ വിവാഹം ഉറപ്പിക്കപ്പെടേണ്ടതിനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. വലിയൊരു അത്ഭുതം താൻ പ്രതീക്ഷിക്കുകയാണ്. ദൈവത്തിൻ്റെ കരം തനിക്ക് വേണ്ടി വെളിപ്പെടേണ്ടതിനായിട്ട് എൻ്റെ കൂടെ എത്ര പേർ ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കും? ഈ ദിവസങ്ങളിൽ ആ ദേശത്തിൽ, ആ കുടുംബത്തിൽ കർത്താവ് തന്നെ ഉയർത്തി എന്ന് പറയുവാൻ, തൻ്റെ വിഷയത്തിനകത്ത് ദൈവം മറുപടി കൊടുത്തു എന്ന് പറയുവാൻ എത്ര പേരുടെ കൂടെ ചേർന്നുകൊണ്ട് ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കും? കാരണം നമ്മുടെ കർത്താവ് അപേക്ഷിക്കുന്നവനെ ഉപേക്ഷിക്കാത്തവനാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ആ പാദപീഠത്തിൽ പുറകെ പിടിക്കുന്നവൻ ഒരിക്കലും അനാഥനാകത്തില്ല. കർത്താവ് അവൻ്റെ കരം പിടിച്ചുകൊണ്ട് അവൻ്റെ വിഷയത്തിനകത്ത് അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്. യായിറോസ് ആ പാദപീഠത്തിൽ വന്ന്, എൻ്റെ കൊച്ചുമകൾ അത്യാസനത്തിലിരിക്കുന്നു, വന്ന് അവളെ കൈവച്ച് സൗഖ്യമാക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇതാ കർത്താവ് അവൻ്റെ കൂടെ പോയി ആ ഭവനത്തിൽ വലിയൊരു അത്ഭുതത്തെ ചെയ്യുന്നത് കാണാൻ പറ്റും. അവൻ്റെ മകളെ സൗഖ്യമാക്കുന്നത് കാണാൻ പറ്റും. എങ്കിൽ ഈ എപ്പിസോഡിനകത്ത് നമ്മൾ റൂബിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് കർത്താവ് ഈ മകന് വേണ്ടി വലിയൊരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. എൻ്റെ കൂടെ എത്ര പേർ ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും? കണ്ണുകളൊന്ന് അടയ്ക്കാം, നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ റൂബിൻ ഫ്രാൻസിസിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ സെപ്റ്റംബർ മാസം താൻ ഒരു വലിയ അത്ഭുതം, തനിക്കൊരു വലിയ വിടുതൽ ദൈവം കൊടുക്കേണ്ടതിനായിട്ട്, തൻ്റെ വിവാഹം ഉറപ്പിക്കപ്പെടേണ്ടതിനായി ആഗ്രഹിച്ചതിനേക്കാൾ ഹല്ലേലൂയ വലിപ്പമുള്ളതൊന്ന് സ്വർഗത്തിലെ ദൈവം കരുതിയിരിക്കുന്നതിനായി നന്ദി. കർത്താവെ, വചനം പറയുന്നു, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ചെയ്യാൻ കഴിയുന്നവന്. ചോദിച്ചതല്ലല്ലോ നനച്ചതല്ല അങ്ങ് ചെയ്യാൻ പോകുന്നത്. അങ്ങയുടെ കരം വലുതാക്കിയാൽ അങ്ങയുടെ വലിയ ശക്തി ഈ മകൻ്റെ മേളിൽ വെളിപ്പെട്ട് വരുന്നതിനായി സ്തോത്രം. കർത്താവെ, ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, ഈ എപ്പിസോഡ് നടന്നു കഴിയുമ്പോൾ തനിക്ക് വേണ്ടി ഒരു വലിയ അത്ഭുതം എൻ്റെ കർത്താവ് ചെയ്യും. വലിയൊരു ദൈവപ്രവൃത്തി ദൈവം ചെയ്യും. കർത്താവെ, പൂർണ്ണമായി ഇട്ടേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിടുതൽ വരട്ടെ, അത്ഭുതം വരട്ടെ, ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. അപ്പാ, യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, നല്ലൊരു ഇരിപ്പിടം ഉറപ്പാക്കി അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ആർക്കും മാറ്റാൻ കഴിയാത്തതും വിശ്വസിക്കുന്ന ഇവർക്കും മാറ്റം കൊണ്ടുവരുന്നതുമായ തമ്പുരാൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കും വിധങ്ങൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ അല്ല നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇന്നുമായിരിക്കുന്നത്. കർത്താവിൻ്റെ ഭയങ്കര കരുണയാണ്, കർത്താവിൻ്റെ വലിയ കൃപയാണ് ഈ മിനിസ്ട്രി ഓരോ ദിവസവും മുമ്പോട്ട് പോകുന്നത്. 2012 മുതൽ കർത്താവ് കാണിച്ച വലിയ ദൈവനായി, കർത്താവ് കാണിച്ച വലിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. എൻ്റെ കൂടെ ഈ മിനിറ്റിൽ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുന്ന ഓരോ ദൈവമക്കൾക്ക് വേണ്ടിയും അവൻ ഇന്നത്തതിൻ്റെ ദൈവമാകിയാൽ, ഹല്ലേലൂയ, വചനം പറയുന്നു, അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായി ജീവിക്കുന്നു. കർത്താവ് ഇന്നും ജീവിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ വിഷയത്തിനകത്ത് ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ ഈ ചെറിയ പ്രായത്തിൽ 35-ാമത്തെ വയസ്സിൽ ജോലി വിട്ട് ഞാൻ കർത്താവിനെ സേവിക്കുവാൻ കാരണം, ഹല്ലേലൂയ, ആശുപത്രിക്ക് ചെയ്യാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ലോകത്തിന് ചെയ്യാൻ പറ്റാത്തത് എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചെയ്തതുകൊണ്ടാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ദൈവം അത്ഭുത മന്ത്രിയാണ്. നമ്മുടെ ദൈവം ഇന്നും പ്രവർത്തിക്കുന്നവനാണ്. ആ നിലയിൽ വിശ്വസിക്കുന്നവരോട് ഞാൻ വിളിച്ചു പറയുന്നു, അല്പസമയം ദൈവവചനത്തിനകത്ത് ഉറയ്ക്കുവാനായിട്ട്. ഹല്ലേലൂയ. ഈ വചനം നിങ്ങൾ ഏത് മീഡിയ മാർഗത്തിലാണോ എന്നെ ശ്രദ്ധിക്കുന്നത്, നിങ്ങളോട് ദൈവം സംസാരിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ ഒരു പദം വിളിച്ചു പറയട്ടെ. നമ്മുടെ ഭാരങ്ങളും നമ്മുടെ വിഷമങ്ങളും ഒക്കെ അവസാനിക്കുന്നത് ദൈവത്തിൻ്റെ ഇടപെടൽ സംഭവിക്കുമ്പോഴാണ്. ഇസ്രായേൽ ജനം 35 ലക്ഷം വരുന്ന ആ ജനവുമായിട്ട് ആ ചെങ്കടലിന് മുമ്പിൽ പുറകിൽ ഫറവോനും സൈന്യവും വന്ന് നിൽക്കുകയാണ്. ഒരു വഴിയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ദൈവം മോശയോട് പറയുകയാണ്, എൻ്റെ ജനത്തോട് മുമ്പോട്ട് പോകാൻ പറ. ഇന്ന് ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതേപോലെ ഒരു ദൈവശക്തി നിങ്ങളെ തൊടുന്നുണ്ടെങ്കിൽ, ഒരു ദൈവിക ഇടപെടൽ, ഒരു വചനം നിങ്ങളോട് സംസാരിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ദൈവത്തിന് അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയും. കഴിഞ്ഞ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ 19 ലക്ഷം രൂപ കടബാധ്യതയുള്ള ഇടുക്കിയിൽ നിന്ന് ഉള്ളൊരു ബ്രദർ, ഹല്ലേലൂയ, ആ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇരിക്കുന്ന സ്ഥലത്ത് കരച്ചിൽ പിടിച്ചു നിർത്താൻ കഴിയാതെയായി. ഹല്ലേലൂയ. അദ്ദേഹത്തെ ദൈവം തൊട്ടു. അല്ലെങ്കിൽ അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് അല്പസമയം ദൈവത്തെ
ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ഫോണിൽ ഒരു മെസ്സേജ് വന്നു. നാളുകളായിട്ട് പെൻഡിങ് കിടന്ന 10 ലക്ഷം രൂപയോളം തൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റായി എന്നുള്ളത്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്തും ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ പറ്റും. ഏത് വിഷയത്തിനകത്തും മറുപടി തരുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങളും സേവിക്കുന്നത്. നിങ്ങൾ എത്ര പേർ എൻ്റെ കൂടെ ചേർത്തുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും? കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഒരു ക്യാൻസർ പേഷ്യൻ്റ് കൊല്ലത്ത് നടക്കുന്ന ആരാധനയിൽ കടന്നു വന്നു. അവർ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ അനേകരുടെ കൂട്ടത്തിൽ ആ സഹോദരി ആരാധിക്കുമ്പോൾ അവളുടെ ആരാധനയിൽ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. കാരണം ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു എന്ന് പറയുന്നു വചനത്തിനകത്ത്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഹല്ലേലൂയ, മറ്റുള്ളവരിൽ നിന്ന് അവൾ വ്യത്യസ്തയായിട്ട് നിലവിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായി തമ്പുരാൻ അവളെ തൊടുന്നു എന്നുള്ളത്. ഹല്ലേലൂയ. 2 ആഴ്ചകൾക്ക് ആ ബുധനാഴ്ച വന്നു എങ്കിൽ വെള്ളിയാഴ്ച RCCയിൽ ടെസ്റ്റാണ്. ഹല്ലേലൂയ. അവളുടെ ബ്ലഡും മറ്റ് എല്ലാ റിസൾട്ടുകളും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പുറത്തു വന്നു. അവൾക്ക് ക്യാൻസർ എന്ന് പറയുന്ന രോഗമില്ല. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ദൈവത്തോട് അടുക്കുകയും ഒരു ദൈവിക ഇടപെടൽ, ദൈവിക സ്പർശനം ഒരു ദൈവശബ്ദം നിങ്ങളുടെ മുന്നിൽ വെളിപ്പെട്ടാൽ നിങ്ങൾക്ക് പഴയതുപോലെ ആയിരിക്കാൻ കഴിയത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കും. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടുകൂടെ എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പ്രതികരിക്കണം കേട്ടോ. തിമായിയുടെ മകനായ ബർത്തിമായി പ്രതികരിച്ചതുപോലെ ഹല്ലേലൂയ. എല്ലാവരും എതിർത്തു, നിനക്ക് വേണ്ടിയല്ല യേശു ഈ വഴി പോകുന്നത്. പക്ഷേ അവൻ ഉച്ചത്തിൽ നിലവിളിച്ചു, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. നിങ്ങളുടെ നിലവിളിയിൽ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ, നിങ്ങളുടെ പ്രതികരണത്തിനകത്ത് യേശു നിൽക്കും കേട്ടോ. ഹല്ലേലൂയ. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ വലിപ്പമാണ്, നമ്മുടെ ദാഹമാണ് ദൈവപ്രവൃത്തിയെ വിളിച്ചു കൊണ്ടുവരുന്നത്. ഹല്ലേലൂയ. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവ് വിളിച്ചു പറഞ്ഞു, ദാഹിക്കുന്ന ഏവരും എൻ്റെ അടുക്കൽ വരട്ടെ, അവർ എന്നിൽ നിന്ന് കുടിക്കട്ടെ. ഇന്ന് ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾക്ക് വലിയ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യും. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ആരും ലജ്ജിച്ചു പോകത്തില്ല കേട്ടോ. കാരണം ഹല്ലേലൂയ, വിശ്വാസം കൂടാതെ നമ്മുടെ കർത്താവിനെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല എന്ന് വചനം പറയുന്നു. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇന്നും അവൻ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. എങ്കിൽ ഇന്നത്തെ ആലോചനയിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഹല്ലേലൂയ. ഈ വചന സന്ദേശം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഞാൻ വളരെ ഒരു വിഷയത്തിനകത്ത് ഭാരപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞു, നീ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തായി പ്രവർത്തിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ ഏത് വിഷയത്തിനകത്താണോ ഒരു പ്രതീക്ഷയിൽ നിൽക്കുന്നത്? ഹല്ലേലൂയ. നിങ്ങൾ എന്താണ് ദൈവസന്നിധിയിൽ പ്രതീക്ഷിക്കുന്നത്? അതിനും മുകളിൽ ചെയ്യാൻ കഴിയുന്ന വലിയവനായ ദൈവത്തെയാണ് ഇപ്പോൾ വിശ്വസിക്കുകയും ചെയ്യുമെങ്കിൽ ഞാൻ ആത്മാവിൽ നിങ്ങളോട് വിളിച്ചു പറയുന്നു. എൻ്റെ ജീവിതത്തിലൊരു ഭാഗം ദൈവം എന്നോട് ഇടപെട്ടു. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ ജന്മന മുടന്തനായി 40-ലധികം വർഷമുള്ള ഒരു മനുഷ്യനെ ദേവാലയത്തിൻ്റെ ഫ്രണ്ടിൽ ഇരുത്തുവാനായി ഹല്ലേലൂയ ചിലവർ ചുമന്നുകൊണ്ട് എല്ലാ ദിവസവും കൊണ്ടുവരും. ആ നിലയിൽ ഹല്ലേലൂയ ദിനം പ്രതി ഇരുത്തുന്ന ആ മനുഷ്യൻ്റെ മുമ്പിലേക്ക് ഇതാ പത്രോസും യോഹന്നാനും കടന്നു ചെല്ലുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. അവൻ പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ കടക്കുവാൻ പോകുന്നത് കണ്ട് ഭിക്ഷ ചോദിച്ചു. 4-ാമത്തെ വാക്യം. പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കി, ഞങ്ങളെ നോക്കുവിൻ എന്ന് പറഞ്ഞു. 5-ാമത്തെ വാക്യം. അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. 6-ാമത്തെ വാക്യം. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസറേയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്കുക എന്ന് പറഞ്ഞു. ഈ വചന പശ്ചാത്തലം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു വലിയ കാര്യം മനസ്സിലാകും. ഇതാ ദിനം പ്രതി ഒരു ദിവസവും മാറ്റമില്ല. അവൻ്റെ എല്ലാ ദിവസത്തെയും ജോലി അല്ലെങ്കിൽ ഈ ദിവസങ്ങൾ അവൻ കടന്നു വരുന്നത് യാചകൻ്റെ രൂപത്തിലാണ്. ആര് അവൻ്റെ മുമ്പിലൂടെ ആലയത്തിൽ കടന്നു പോയാലും അവൻ അവരെ ഉറ്റുനോക്കിയിട്ട് വല്ലതും തരണമേ എന്നവൻ വിളിക്കും. ഹല്ലേലൂയ. അവൻ ഭിക്ഷ ചോദിക്കുന്നവനാണ്. ആ നിലയിൽ ഇതാ അപ്പോസ്തലന്മാർ പത്രോസും യോഹന്നാനും ആലയത്തിലേക്ക് കയറുമ്പോൾ അവൻ അവരോടും ഭിക്ഷ ചോദിച്ചു. അവൻ്റെ പ്രതീക്ഷ ഇവർ എനിക്ക് എന്തെങ്കിലും തരുമെന്നുള്ളതാണ്. ഇന്ന് ഈ എപ്പിസോഡ് ശ്രദ്ധിക്കുമ്പോൾ പലവിധ ആവശ്യങ്ങളിൽ, പലവിധ ഭാരങ്ങളിൽ എന്നെ ശ്രദ്ധിക്കുന്നവരുണ്ട്. നിങ്ങളുടെ പ്രതീക്ഷയും എങ്ങനെയും ആ വിഷയത്തിനകത്ത് ദൈവം ഒന്ന് പ്രവർത്തിക്കണമെന്നുള്ളതാണ്. എൻ്റെ വിഷയത്തിനകത്തൊരു മറുപടി തരണമെന്നുള്ളതാണ്. ഹല്ലേലൂയ. എന്നാൽ വാസ്തവമായിട്ടും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ അടുക്കുന്നവരോട് എനിക്കൊരു പദം പറയാനുണ്ട്. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ചെയ്യാൻ കഴിയുന്നവന് നിങ്ങളെ ചോദിച്ചതോ നിങ്ങളെ നനച്ചതോ അല്ല കർത്താവിൽ നിന്ന് നിങ്ങൾക്ക് വെളിപ്പെടുന്നത്. കാരണം അറിയാം, നമ്മൾ 1000 രൂപ പ്രതീക്ഷിച്ചു, 1000 രൂപ ഒരാളോട് കടം ചോദിക്കുമ്പോൾ അദ്ദേഹം
ഒരിക്കലും 1100 രൂപയോ 2000 രൂപയോ തരത്തില്ല. കാരണം നിങ്ങൾ ചോദിക്കുന്നതാണ് മനുഷ്യരെപ്പോഴും തരുന്നത്. ചിലവർ പറയും ഇപ്പോൾ ഇല്ല, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എനിക്കിപ്പോൾ തരാൻ പറ്റത്തില്ല. പക്ഷേ ചിലവരുണ്ടെങ്കിൽ അത് വളരെ വ്യക്തമായി ആ 1000 രൂപ ചോദിച്ച 1000 ആണ് തരുന്നത്. പക്ഷേ എൻ്റെ ദൈവത്തോട് നിങ്ങൾ പ്രതീക്ഷയോടെ ചോദിക്കുമെങ്കിൽ അലിയ 1000 അല്ല, 10,000 അല്ല, നനയ്ക്കുന്നതിനും അപ്പുറത്തായി എൻ്റെ ദൈവത്തിന് അത് ചെയ്യാൻ കഴിയും. പഴയ നിയമത്തിൽ അബ്രഹാം ദൈവത്തോട് കരഞ്ഞു, എനിക്ക് മക്കളില്ലല്ലോ, എൻ്റെ ദാസനായ എലിയാസറാണ് എല്ലാത്തിനും അവകാശിയാകാൻ പോകുന്നത്. അബ്രഹാം ദൈവത്തോട് കരഞ്ഞത് ഇന്നും അവൻ്റെ നന്മയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭൂമിയിൽ ആരെങ്കിലും യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ അവർ അബ്രഹാമിൻ്റെ സന്തതികളായി തീരുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നീ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായി പ്രതീക്ഷകൾക്കും അപ്പുറത്തായി ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവത്തെ നിങ്ങൾ സേവിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഈ വചനത്തിൻ്റെ ആഴത്തിൽ, ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു, ഇതാ അവൻ യാചകനായിട്ട് എന്തെങ്കിലും കിട്ടുമെന്ന് അവൻ പ്രതീക്ഷിച്ചു. ഹല്ലേലൂയ. പത്രോസും യോഹന്നാനും, പത്രോസ് യോഹന്നാനോട് ചേർന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ നോക്കുവിൻ. അവൻ ഉറ്റുനോക്കി, അവൻ പ്രതീക്ഷയോടാണ് നോക്കുന്നത് എന്തെങ്കിലും ഇപ്പോൾ കിട്ടുമെന്ന്. എന്നാൽ പത്രോസ് പറയുന്നു, വെള്ളിയും പൊന്നും എനിക്ക് തരാനില്ല, എനിക്കുള്ളതൊന്ന് ഞാൻ നിനക്ക് തരികയാണ്. നസറേയനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. 40 വർഷമായി തന്നെ ഇരുത്തിക്കളഞ്ഞ, 40 വർഷം തന്നെ രോഗിയാക്കിയ, 40 വർഷം തന്നെ യാചകനാക്കിയ, 40 വർഷം താൻ മുമ്പോട്ട് പോകത്തില്ലെന്ന് പറഞ്ഞ എല്ലാ വിഷയത്തിനകത്തും ആ സമയത്തൊരു മറുപടി വെളിപ്പെടുകയാണ്. ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിൻ്റെ ജീവിതത്തിനകത്തും ഒരു മറുപടി നീ പ്രതീക്ഷിക്കണം. നിൻ്റെ ജീവിതത്തിനകത്തും ഒരത്ഭുതം നീ പ്രതീക്ഷിക്കണം. കാരണം എൻ്റെ ദൈവം പ്രതീക്ഷകൾക്കും അപ്പുറത്തായി, നീ പ്രതീക്ഷിച്ചതിനേക്കാളും അപ്പുറത്തായി വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്. എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ ഞാൻ ഈ ഭാഗം ചിന്തിക്കുമ്പോൾ തന്നെ കാട്ടിൽ ഒറ്റയ്ക്ക് തൻ്റെ ആടുകളുമായിട്ടായിരിക്കും ദാവീദ് ആ രഹസ്യത്തിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഒരിക്കലും അവൻ പ്രതീക്ഷിച്ചില്ല പരസ്യമായി ദൈവം അവനെ മാനിക്കുകയും ഉയർത്തുകയും ചെയ്യുന്നുള്ളത്. ഹല്ലേലൂയ. ഇസ്രായേലിൻ്റെ രാജാവാക്കി തീർക്കുമെന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ, നിങ്ങളുടെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും ഒരേപോലെ ദൈവത്തെ സേവിക്കാമെങ്കിൽ നിൻ്റെ ഉയർച്ച നീ വിശ്വസിക്കുന്നതിനും അപ്പുറത്തായിരിക്കും. കാരണം ദൈവം നിന്നെ വിശ്വസ്തനെന്ന് കണ്ടു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, ഞാൻ ആത്മാവിൽ ഇങ്ങനെ വിളിച്ചു പറയാം, ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന, ഹല്ലേലൂയ, നിൻ്റെ ജീവിതത്തിൽ നിന്നെ രാജാക്കന്മാരോട് ഇരുത്തുന്ന ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നീ കാണുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? എൻ്റെ ദൈവം നിങ്ങളെ തെളിയിക്കുന്നവരാണ്. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിന് നിന്നെ തെളിയിക്കുവാൻ കഴിയും. എന്നിട്ട് മോശ ആ വടികളെ വാങ്ങിയിട്ട് സാക്ഷ്യകൂടാരത്തിൽ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവയ്ക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം മത്സരികളോട് മറുപടി പറയുന്നവനാണ്. ഹല്ലേലൂയ. അഹരോനെ താൻ വിളിച്ചു എന്നും താൻ തെരഞ്ഞെടുത്തുവെന്നും തെളിയിക്കേണ്ടതിനു വേണ്ടി ലോകത്തിൽ ഇന്നും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ, ലോകത്തിന് പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ ദൈവം ഒരു അത്ഭുതം ചെയ്തു. എന്താ അത്ഭുതം എന്നറിയാമോ? ഒറ്റ രാത്രി കൊണ്ട് അഹരോൻ്റെ വടി തളർത്തു, പൂത്തു, ഫലം കായ്ച്ചു. ഹല്ലേലൂയ. നീ വിശ്വസിക്കുന്നുണ്ടോ? ഒറ്റ രാത്രി കൊണ്ട് നീ തളർക്കാൻ പോവുകയാണ്. ഒറ്റ രാത്രി കൊണ്ട് നീ പൂക്കുവാൻ പോവുകയാണ്. ഒറ്റ രാത്രി കൊണ്ട് ഹല്ലേലൂയ നീ ഫലം കായ്ക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ലോകത്തിന് വിശ്വസിക്കാൻ പറ്റാത്തത് എൻ്റെ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കർത്താവ് ഇപ്പോൾ നിനക്ക് വേണ്ടി ഒരു വലിയ അത്ഭുതത്തെ ചെയ്യുന്നു. ഞാൻ അതേപോലെ വിശ്വസിക്കുന്നു. നിന്നെ തെളിയിക്കേണ്ടതിന് വേണ്ടി, നിൻ്റെ പ്രാർത്ഥനയിൽ ദൈവമുണ്ട് എന്ന് കാണുവാനായിട്ട്, നിന്നെ ക്യാൻസർ തരുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു എന്ന് പറയുവാനായിട്ട് എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യാൻ പോകുകയാണ്. ഞാൻ ഒന്നുകൂടെ ആഴം പറയട്ടെ. പഴയ നിയമത്തിൽ ദൈവം കൊടുത്ത സ്വപ്നത്തിൽ ഉറച്ചു നിന്ന യോസഫ് ജീവിതത്തിനകത്ത് മുഴുവൻ, ഹല്ലേലൂയ, എല്ലാ പ്രതീക്ഷയും അവസാനിക്കുന്ന പോലെ ലോകത്തിൻ്റെ കണ്ണിൽ അവൻ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയപ്പെട്ടു. ഹല്ലേലൂയ. അവൻ അടിമച്ചന്തയിൽ വിൽക്കപ്പെട്ടു. പൊത്തീഫറിൻ്റെ ഭവനത്തിലേക്ക് ചെന്നു. ആ പൊത്തീഫറിൻ്റെ ഭവനത്തിൽ ചെയ്യാത്ത കുറ്റത്തിൽ അവൻ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. ലോകത്തിൻ്റെ ചിന്തയിൽ, ലോകത്തിൻ്റെ പ്രതീക്ഷയിൽ ഇനി ഒരിക്കലും വഴി തുറക്കത്തില്ല കേട്ടോ. ഹല്ലേലൂയ. ഒരിക്കലും ഉയരാൻ കഴിയത്തില്ല. പക്ഷേ എന്നെ ശ്രദ്ധിക്കുന്നവരെ, ഒറ്റ രാത്രി കൊണ്ട് ഹല്ലേലൂയ അവനെ മന്ത്രിപദത്തിലേക്ക് കൊണ്ടുവരുവാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തായി എൻ്റെ ദൈവത്തിന് ഇതിനെ ഉയർത്തുവാൻ കഴിയും. നിങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം അതിൻ്റെ 14 വാക്യം. ഉടനെ ഫറവോൻ ആണയച്ച് യോസഫിനെ വിളിപ്പിച്ചു, അവനെ വേഗത്തിൽ കൊണ്ടയിൽ നിറക്കി. അവൻ ക്ഷൗരം ചെയ്ത് വസ്ത്രം മാറി ഫറവോൻ്റെ അടുക്കൽ ചെന്നു. നിങ്ങൾ നോക്കേ, ഉടനെ ഫറവോൻ ആളെ അയച്ച് യോസഫിനെ കുണ്ട്രയിൽ നിറക്കി, അവനെ ക്ഷൗരം ചെയ്യിപ്പിച്ച് വസ്ത്രം മാറി പുതിയ വസ്ത്രം ഇടിപ്പിച്ചു. ഇന്ന് ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്നത്തെ മെസ്സേജിൽ ഏറ്റവും വലിയൊരു ദൂത്, നീ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിപ്പമുള്ളൊരു വിടുതൽ, സാമ്പത്തികമായിക്കോട്ടെ, രോഗത്തിനകത്ത് സൗഖ്യമായിക്കോട്ടെ, നിങ്ങൾ ഏത് വിഷയത്തിൽ അറിയാം, ജോലിയില്ലാത്തടുത്ത് ജോലി ആയിക്കോട്ടെ, നിങ്ങളുടെ ബിസിനസ് ഇതുവരെയും തുറക്കാത്ത വാതിലായിക്കോട്ടെ, നീ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറത്തായി
എൻ്റെ കർത്താവ് ഒരു വലിയ അത്ഭുതത്തെ നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു. ഞാനത് പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. കാരണം എൻ്റെ കർത്താവ് സകലത്തിനും മുകളിൽ നിൽക്കുന്നവനാണ്. അബ്രഹാമിനോട് എബ്രായ ലേഖനം 6-13 പറയുന്നു, എന്നെക്കാൾ വലിയവനില്ലാത്തതുകൊണ്ട് എൻ്റെ നാമം ചൊല്ലി ഞാൻ നിന്നെ സത്യം ചെയ്യുന്നു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും. എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന പല മേഖലയിലും പലരും നിങ്ങളെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നത് അവസാനിക്കാൻ പോവുകയാണ്. തീരാൻ പോകുന്ന ഒന്നൊക്കെ ഉള്ളതായിരിക്കാം ചിന്തിക്കുകയും ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നത്. എന്നാൽ അവരുടെ പ്രതീക്ഷയ്ക്ക് വിരോധമായി എൻ്റെ ദൈവം ഇന്നും ചലിക്കാൻ പോവുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 12 സഭ പത്രോസിന് വേണ്ടി ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സഭയിൽ പ്രാർത്ഥിക്കുന്നവർക്ക് പരിധികളുണ്ട്. കാരണം അവർക്കാർക്കും ഹെരോദാവിൻ്റെ കാരാഗ്രഹത്തിലേക്ക് കടന്നു പോകാനോ അവർക്കാർക്കും പത്രോസിന് വേണ്ടി ഒന്ന് വാദിക്കുവാനോ അവൻ രക്ഷിക്കുവാനോ കഴിയത്തില്ല. പക്ഷെ പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി നീ ചിന്തിക്കുന്നതിനപ്പുറത്തായി ദൈവപ്രവൃത്തികളെ ചെയ്യാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 12 11 പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തൻ്റെ ദൂതനെ അയച്ചു, ഹെരോദാവിൻ്റെ കയ്യിൽ നിന്നും യഹൂദ ജനത്തിൻ്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാനിപ്പോൾ വാസ്തവമായും അറിയുന്നു എന്ന് അവൻ പറഞ്ഞു. എന്നെ ശ്രദ്ധിക്കുന്നൊരു ഈ വാക്യം വായിച്ചപ്പോൾ മനസ്സിലായി, അവിടുത്തെ യഹൂദ ജനങ്ങൾ മുഴുവൻ വിശ്വസിച്ചത് ഇനി പത്രോസിന് ജീവിതമില്ല, അവൻ അവസാനിച്ചു എന്നൊക്കെയാണ്. പക്ഷേ അവരുടെ പ്രതീക്ഷകൾക്കും അപ്പുറത്തായി, അവർ ചിന്തിച്ചതിനും അപ്പുറത്തായി എൻ്റെ കർത്താവിൻ്റെ ദൂതൻ അവന് വേണ്ടി വെളിപ്പെട്ടു. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഈ എപ്പിസോഡിൽ നീ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയൊരു വിടുതൽ, വലിയൊരു ദൈവപ്രവൃത്തി എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ഒരുമിച്ച് വിശ്വസിക്കാൻ പ്രിയരെ. ആ വിശ്വാസം വർദ്ധിക്കേണ്ടതിന് വേണ്ടി ഒരത്ഭുത സാക്ഷ്യത്തിന് ശേഷം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കടന്നു വന്നാട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ കർത്താവ് ഇന്നലെ പാസ്റ്റർ എന്നോട് പറഞ്ഞ് ഈ വേദന പൂർണ്ണമായി വിട്ടുമാറും, ഈ വെള്ളം കൊണ്ടുപോയി കുടിച്ചാൽ മതിയെന്ന്. കുട്ടിയെ എടുത്തുകൊണ്ട് ബസ്സിൽ പോലും തൊങ്ങി ഞാൻ കയറുന്നത്. കുറച്ച് അധികം സമയം എടുത്ത് കയറുന്ന അവർ പറയുന്നില്ല, എനിക്ക് ഒട്ടും കയറാൻ വയ്യാത്ത കുഞ്ഞിനെ തൂക്കി പിടിച്ചുകൊണ്ട് ഞാൻ കയറിയത്. പക്ഷേ ഇന്നലെ ആ വെള്ളം കുടിച്ച് പാസ്റ്റർ പ്രാർത്ഥിച്ച് വീട്ടിൽ ചെന്ന് ഇപ്പം എനിക്ക് ഒരു വേദനയും കാണുന്നില്ല. എന്ത് ചെയ്താലും വേദന, ഒന്നും ചെയ്യാതെ തൊങ്ങി വീടിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് പൂർണ്ണമായ വേദന എടുത്ത് മാറ്റി ദൈവം. പാസ്റ്റർ പ്രാർത്ഥിച്ച വെള്ളം തന്ന് വെള്ളം അരക്കുപ്പിയോട് ഞാൻ കുടിച്ചെന്നുള്ളതാണ്. പെട്ടെന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. ഞാൻ അച്ഛന് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. സാക്ഷ്യം പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് സാക്ഷ്യം പറയാനുണ്ട്. പക്ഷേ എനിക്ക് മൈക്കിന് മുമ്പിൽ നിൽക്കാൻ ഭയമായിരുന്നു. എങ്ങനെ പറയാം, എന്ത് പറയുമെന്ന് അറിയാതെ കൊണ്ടാണ് ഇതുവരെ ഞാൻ സാക്ഷ്യം പറയാത്തത്. പക്ഷേ ഇന്ന് ഞാൻ പാസ്റ്റർ പറഞ്ഞു സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ദൈവത്തിനോട് പറഞ്ഞു, ദൈവം എനിക്ക് ശക്തി തരണേന്ന്. അത് അച്ഛന് ശ്വാസം മുട്ടും കാലുവേദനയുമായിട്ട് കഠിനമായ ശ്വാസം മുട്ടും ചുമയുണ്ടായിരുന്നു. അത് പൂർണ്ണമായി മാറി. അതുപോലെ കാലുവേദന നന്നായി കുറഞ്ഞു. കഴിഞ്ഞ 2023 കഴിഞ്ഞ വർഷമാണ് ഞങ്ങൾ സ്നാനം ഏറ്റത്, ഞാനും അച്ഛനും അമ്മയും. അതിന് എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതുമൂലമാണ് ഞാനിങ്ങനെ സ്നാനം ഏൽക്കാൻ മുന്നോട്ട് വന്നത്. എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായപ്പോഴാണ് ഇതിലേക്ക് വരാൻ കാരണം ഉണ്ടായത്. ആ പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ TV-യിൽ റോയ് പാസ്റ്ററുടെ വചനം കേൾക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പാസ്റ്റർ ഈ സഭയിലേക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. പെട്ടെന്നായിരുന്നു ഒരു ദിവസം എൻ്റെ അനിയത്തി എന്നോട് പറഞ്ഞത്, നീ ഈ സഭയിലേക്ക് വരണം, പ്രാർത്ഥിക്കാൻ വരൂ, ആരാധന കൂടാൻ വരൂ എന്ന് പറഞ്ഞു വന്നപ്പോൾ എനിക്ക് അത്ഭുതമായി. പാസ്റ്റർ ഫോട്ടോ ഞാൻ കണ്ടു. ദൈവം ഞാൻ TV-യിൽ കണ്ട പാസ്റ്ററാണല്ലോ അത്. എനിക്ക് സന്തോഷം കൊണ്ട് എന്താ പറയുന്നത് അറിയില്ല. ഞാൻ അനിയത്തിയോട് പറഞ്ഞു, ഈ പാസ്റ്റർ വചനം ഞാൻ എന്നും കേൾക്കാറുണ്ട്, എൻ്റെ മനസ്സിലേക്ക് തട്ടിയതാണ് ഈ പാസ്റ്റർ. എനിക്ക് ഒരുപാട് എന്താ പറയുക, അങ്ങനെ എനിക്ക് ഈ പാസ്റ്റർ ആരാധന കൂടുന്ന എൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എന്നെ എത്തിച്ചേർത്തു ദൈവമേ നന്ദി, യേശുവേ സ്തോത്രം. ഇനിയും ഒരുപാട് എനിക്ക് സാക്ഷ്യം പറയാനുണ്ട്. പക്ഷേ ഒരിക്കലും ഞാൻ ഇത് പറയും, ഇനിയും ഒരുപാട് പറയാനുണ്ട്. ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു. യേശുവേ നന്ദി, യേശുവേ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ സഹോദരിയുടെ ആഗ്രഹത്തെ ദൈവം സാധിപ്പിക്കുകയും ആ മകൻ്റെ ശ്വാസം മുട്ടലും ചുമയും അല്ലെങ്കിൽ കർത്താവ് പൂർണ്ണമായി സൗഖ്യമാക്കിയും കാലിൻ്റെ വേദനയെ സൗഖ്യമാക്കിയ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, കർത്താവെ, ഇന്നിത് കേട്ടുകൊണ്ടിരിക്കുന്ന ചിലവർക്ക് വേണ്ടിയും അതേ ദൈവത്തിൻ്റെ ശക്തി, അതേ ദൈവത്തിൻ്റെ കരം ഇപ്പോൾ വെളിപ്പെട്ട് കഴിഞ്ഞതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. ഞങ്ങൾക്ക് ജപ്തി വന്നിട്ടിരിക്കുകയായിരുന്നു. ഞാൻ പല തവണ നോട്ടീസ് വരുമ്പോഴും ഞാൻ ഇരുന്ന് കരയായിരുന്നു. ഇവിടെ നോട്ടീസ് വന്ന അവസരത്തിൽ ഞാൻ ഒരു ഓഗസ്റ്റ് മാസം 15 മുന്നായിട്ട് ഞാൻ ഇവിടെ വന്നിരിക്കുന്ന സമയത്ത് പാസ്റ്റർ പറഞ്ഞു, ഓഗസ്റ്റ് മാസം 15 നീ സങ്കടപ്പെട്ടിരിക്കുന്ന ആ വിഷയത്തിന് കർത്താവ് മറുപടി തരുമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ദൈവമേ മറുപടി കിട്ടിയാൽ മതിയായിരുന്നു എന്ന്. പക്ഷേ ഞങ്ങൾ ഒരുപാട് ബ്രോക്കർമാരെ വെച്ചു, കുറേ ആളുകളോട് പറഞ്ഞു.
പക്ഷെ ആരും വരുന്നില്ല, അത് വന്ന് നോക്കാൻ തന്നെ ആരും തയ്യാറാവണില്ല. പക്ഷെ പാസ്റ്റർ പറഞ്ഞ അതേ ഡേറ്റിൽ ബ്രോക്കർമാരുടെ ഒരാളുടെയും സഹായം കൂടാതെ ഒരു പാർട്ടി നേരിട്ട് വീട്ടിൽ വന്നു, ആ വസ്തു വാങ്ങിച്ചു. പറഞ്ഞു സെപ്റ്റംബർ മാസത്തിൽ അതിന്മേൽ പൂർണ്ണമായി വിടുതലുണ്ടാവും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആ കടഭാരം ഞങ്ങൾക്ക് വലിയൊരു പ്രയാസമായിരുന്നു. അതിനിടയിൽ എനിക്കൊരു സാക്ഷ്യം കൂടി ഉണ്ട് പാസ്റ്റർ, ഞാൻ പറയാൻ അന്ന് വിട്ടുപോയി. വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്നിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ ബാലഭവനിൽ പാസ്റ്റർ ശുശ്രൂഷിക്കുന്ന സമയത്ത് ഞാൻ വന്നിരുന്നു. അന്ന് ഞാൻ വല്ലാതെ രോഗത്തെ ഭാരപ്പെട്ടിട്ട് വന്നത്. ഒരു അലർജി സംബന്ധമായിട്ടൊരു രോഗമായിരുന്നു. പല ഡോക്ടർമാരും വൈദ്യന്മാരും ഒക്കെ ഞങ്ങൾ കാണിച്ചു. എൻ്റെ അവസ്ഥ ഇവിടെ പലർക്കും അറിയാം. അത് ആ സിസ്റ്ററാണ് എന്നെ അവിടെ അന്ന് എത്തിച്ചത്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു പാസ്റ്റർ വേണ്ടി അവിടെ പോയി ഒന്ന് പ്രാർത്ഥിച്ച് നോക്കാമെന്ന്. ഇതുപോലെ ഞാൻ പോയിരിക്കുമ്പോൾ അന്നും പാസ്റ്റർ ഫസ്റ്റ് തന്നെ തൊട്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു രോഗത്തെ ഭാരപ്പെട്ടിട്ടാണ് കർത്താവ് വിടുവിക്കാൻ പറഞ്ഞു. അതിനുശേഷം ആ സുഖം എനിക്ക് വന്നിട്ടില്ല. ഭയങ്കര അലർജി സംബന്ധമായിട്ട് ഞാൻ ഒരുപാട് പൈസ എനിക്ക് ചിലവായിട്ടുണ്ട്, ട്രീറ്റ്മെൻറ്റും ടെസ്റ്റുകളൊക്കെ ആയിട്ട്. ഇന്ന് ഇതിനകത്ത് മനുഷ്യനല്ല ഉയരുന്നത്. ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ നീ ഉറപ്പിച്ചിട്ട് പറഞ്ഞു ഞാൻ വന്ന വിഷയം ഇന്നിവിടെ തീരാതെ നിന്റെ ആത്മീക വളർച്ച. പ്രിയരെ, വചനവും സാക്ഷ്യവും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് എത്ര പേർ ഈ സമയത്ത് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും? നിങ്ങൾ വിശ്വാസത്തിൽ പറയാമെങ്കിൽ ദൈവം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചിലത് ചെയ്യാൻ പോവുകയാണ്. ഒരുവൻ രക്ഷിക്കപ്പെടുന്നത് വിശ്വാസത്താൽ വാഗൊണ്ട് ഏറ്റുപറയുമ്പോഴാണ്. അറിയുക, ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാഗൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ രക്ഷിക്കപ്പെടും. അറിയുക, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ സ്വീകരിക്കണമെങ്കിൽ പോലും ബൈബിളിൻ്റെ വ്യവസ്ഥയിൽ അവൻ വാഗൊണ്ട് ഏറ്റുപറയേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാമെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ അന്തരീക്ഷം മാറാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഏലിയാവ് ആകാശത്ത് നിന്ന് തീയിറക്കുന്നതും അറിയുക ആകാശമണ്ഡലത്തെ തുറന്ന് മഴ പെയ്യ്ക്കുന്നതിനും അവൻ ആധരം തുറന്ന് പറഞ്ഞു, എൻ്റെ ദൈവം ഇന്നൊരത്ഭുതം ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ നിങ്ങളുടെ അധരങ്ങൾ എൻ്റെ കൂടെ തുറക്കണമേ. ഒരസാധാരണ വിടുതലിന് വേണ്ടി നിങ്ങൾ ഒരുമിക്കണം. ആ രോഗമുള്ള ഭാഗത്തേക്ക് കൈവച്ചിട്ട് പറയണം, ഇപ്പോൾ അവൻ്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വരും. വിശ്വാസത്തിൽ കണ്ണുകൾ അടച്ചാട്ടെ, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. തമ്പുരാൻ്റെ ഒരു അത്ഭുതകരം വെളിപ്പെടട്ടെ, തമ്പുരാൻ്റെ അത്ഭുതകരം വെളിപ്പെടട്ടെ. യേശുവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെട്ട് വരട്ടെ, ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ട് വരട്ടെ. ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ മിനിറ്റ് മുതൽ ദൈവത്തിൻ്റെ വലിയ കരം ചലിക്കാൻ തുടങ്ങട്ടെ. കർത്താവെ, ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ദൈവം ഇവർക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യേണ്ടതിനായിട്ട്. കർത്താവെ, നാളുകളായിട്ട് രോഗികളായി രോഗത്താൽ ഭാരപ്പെടുന്നവർ, ജോലി നഷ്ടപ്പെട്ടു പോയവർ, ഇനി വഴി തുറക്കത്തില്ലെന്ന് പറഞ്ഞ് കുടുംബ തകർച്ചയിൽ നിൽക്കുന്നവർ, അല്ലെങ്കിൽ എല്ലാം തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് മരണത്തിന് വേണ്ടി ചിന്തിക്കുന്നവർ, അവർക്ക് വേണ്ടി ഇപ്പോൾ ദൈവം ഒരു അവസരം നൽകുന്നതിനായിട്ട് കർത്താവെ, ഇവരുടെ വിശ്വാസത്തിൽ ഇവർ ഡിക്ലെയർ ചെയ്യുകയാണ്, ഞങ്ങളുടെ അവസ്ഥകൾ മാറും, ഞങ്ങളുടെ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യും, ഞങ്ങളുടെ ദൈവം വാതിലുകൾ തുറക്കും, അടഞ്ഞ വാതിലുകളെ തുറക്കുന്ന ദൈവശക്തി ഇപ്പോൾ ഞങ്ങളുടെ നടുവിൽ വെളിപ്പെട്ട് വരട്ടെ. വിശ്വസിക്കുന്നവന് വേണ്ടി വ്യാപരിക്കുന്ന അളവറ്റ ശക്തി കർത്താവെ, സലീം എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. സലീമിന് വേണ്ടി ഒരു അത്ഭുതം എൻ്റെ കർത്താവ് ചെയ്യുകയാണ്. കർത്താവെ, നിഖിൽ എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. നിഖിലിന് വേണ്ടി ഒരു വാതിൽ ദൈവം തുറക്കുകയാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മിനിറ്റ് മുതൽ അസാധാരണ ദൈവപ്രവൃത്തികൾ വെളിപ്പെട്ട് വരട്ടെ, വലിയ സാക്ഷ്യങ്ങൾ തുറന്നു വരട്ടെ. കർത്താവെ, അങ്ങയുടെ കരം ചലിക്കുന്നല്ലോപ്പാ, അങ്ങയുടെ മാറ്റമില്ലാത്ത സാന്നിധ്യം വെളിപ്പെട്ട് വരുന്നല്ലോപ്പാ. ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ മിനിറ്റ് മുതൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ എഴുന്നേറ്റ് വരികയാണ്. ഹല്ലേലൂയ. ചില അറിയാം മാറത്തിൽ എന്ന് പറയുന്ന മലകൾ ഇവരുടെ മുമ്പിൽ മാറുന്നതിനായിട്ട് കർത്താവെ, ഇവരുടെ കുടുംബ പ്രശ്നങ്ങൾ ഇപ്പോൾ തീരാൻ പോവുകയാണ്. മദ്യപാനത്തിൻ്റെയും വലിയ പ്രശ്നങ്ങളിൽ നടുവിൽ നിൽക്കുന്ന ചില സഹോദരിമാർ ആ കണ്ണുനീരിൻ്റെ അനുഭവത്തിൽ ഇന്ന് എൻ്റെ ദൈവം ഒരു അത്ഭുതം ചെയ്യുമെന്ന് പറയുകയാണ്. ദൈവത്തിൻ്റെ ദൂതന്മാർ ചലിക്കട്ടെ, ദൈവശബ്ദത്തിനകത്ത് വലിയ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവെ, വിശ്വാസത്തിൽ ഇവരുടെ സൗഖ്യത്തെ ഇവർ ഡിക്ലെയർ ചെയ്യട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പാ, അങ്ങയുടെ മഹത്വം അങ്ങ് വെളിപ്പെടുത്തണമേ അപ്പാ. കർത്താവിൻ്റെ കരം വെളിപ്പെടട്ടെ. കർത്താവെ, അങ്ങ് പ്രവർത്തിക്കുന്നതിനായി നന്ദി, അങ്ങയുടെ കരം ചലിക്കുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവെ, ചിലത് ഉളവായി വരുന്നല്ലോപ്പാ. അങ്ങ് അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായിട്ട് ക്യാൻസർ രോഗികൾ സൗഖ്യമാകുകയാണ്, അലർജി രോഗങ്ങൾ വിട്ടുമാറുന്നു, കുടുംബ പ്രശ്നങ്ങൾ മാറുകയാണ്. കർത്താവിൻ്റെ കരം ഇവർക്ക് വേണ്ടി വെളിപ്പെടുന്നതിനായി നന്ദി. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. ഈ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവപ്രവർത്തികൾ ഹല്ലേലൂയ വെളിപ്പെട്ട് വരുന്നതിനായി സ്തോത്രം. കർത്താവെ, ഇവരെ അങ്ങയുടെ കരത്തിലോട്ട് ഞാൻ ഏൽപ്പിക്കുന്നു. വലിയ കാര്യങ്ങൾ, വലിയ പ്രവർത്തികൾ എൻ്റെ ദൈവം ചെയ്തു കഴിഞ്ഞു, എൻ്റെ ദൈവം ചെയ്തു കഴിഞ്ഞു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, ഇപ്പോൾ തന്നെ അർഹതയില്ലാത്തത് ചിലത് അങ്ങയുടെ മക്കളുടെ കയ്യിലോട്ട് ഏൽപ്പിക്കുകയാണ്. ഞാൻ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലവർക്ക് വിസ വരുന്നത് എനിക്ക് കാണാം, ചിലവരുടെ സൗഖ്യം നടക്കുന്നത് കാണാം. അറിയാം, തലമുറയുടെ വിവാഹം നടക്കാത്ത ചിലവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ നടക്കുന്നത് എനിക്ക് കാണാം. കർത്താവെ, ഞാൻ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നു. മായ എന്നൊരു പേര്
കാണിക്കുന്നു. മായയ്ക്ക് വേണ്ടി ഒരു അത്ഭുത വഴി ദൈവം തുറക്കുകയാണ് കർത്താവേ. അതേപോലെ തന്നെ പീറ്ററിന് വേണ്ടി ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരുന്നു. ഹല്ലേലൂയ. ഞാൻ സനുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സനു, നിൻ്റെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. കർത്താവേ, ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ പ്രവീണിന് വേണ്ടി ഒരു അത്ഭുതം എൻ്റെ കർത്താവ് ചെയ്യണമേ. പ്രവീണിൻ്റെ ജീവിതത്തിനകത്ത് ഇതുവരെയും തുറക്കാത്തൊരു വാതിൽ തുറക്കുന്നു കർത്താവേ. അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നു. വിനോദിന് വേണ്ടി ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരികയാണ്. ഹല്ലേലൂയ. സിന്ധു, നിൻ്റെ ജീവിതത്തിനകത്ത് തുറക്കാത്ത വാതിലുകൾ തുറക്കാൻ പോകുന്നു. മുട്ടിക്കോ. വിശ്വാസത്തിൻ്റെ ഡിക്ലറേഷൻ അത്ഭുതങ്ങളെ കൊണ്ടുവരട്ടെ കർത്താവേ. ഓരോ മക്കളെ സമർപ്പിക്കുന്നു. ദൈവപ്രവൃത്തിക്കായി നന്ദി. ആമേൻ. ആമേൻ. പ്രിയരെ, ഈ വചനവും പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി വിശ്വസിക്കുകയാണ്. വേഗത്തിൽ തന്നെ ഈ നമ്പറുകളിൽ വിളിച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും നിങ്ങളുടെ സാക്ഷ്യങ്ങളും അറിയിക്കണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ ഈ മിനിസ്ട്രിയെ കൈത്താങ്ങാൻ കഴിയുന്ന എല്ലാവരും നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോഴും ഒരുമിച്ച് സഹായത്തിന് വേണ്ടി കരം നീട്ടുമ്പോഴൊക്കെയാണ് ഈ മിനിസ്ട്രി അടുത്ത നിലയിലേക്ക് പോകുന്നത്. നിങ്ങൾ ഒരു എപ്പിസോഡിന് വേണ്ടി സഹായിക്കണം. അതേപോലെ തന്നെ പാവങ്ങൾക്ക് വേണ്ടി എല്ലാ ദിവസവും നമ്മൾ ഫുഡുകൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ആ മിനിസ്ട്രിക്ക് വേണ്ടി ഒന്ന് സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ആരാധനയ്ക്ക് ഇതുവരെയും കടന്നു വരാത്തവരുണ്ടെങ്കിൽ കൊല്ലത്തോ തിരുവനന്തപുരത്തോ എറണാകുളത്തോ തൃശ്ശൂരൊക്കെ കടന്നു വരാൻ പറ്റുന്നുണ്ടെങ്കിൽ പത്തനംതിട്ടയുള്ളവർ കോൺടാക്ട് ചെയ്യണമേ. ദൈവത്തിൻ്റെ വലിയ ദൈവപ്രവൃത്തികൾ നിങ്ങൾ കാണേണ്ടതിനായിട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. കർത്താവ് നിശ്ചയമായി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്താട്ടെ. അതേപോലെ എല്ലാ ദിവസവും ഇന്ത്യൻ സമയം വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കും. ഏത് പട്ടണത്തിലാണെങ്കിലും നേരിട്ട് കടന്നു വന്ന് കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ പറ്റും. വലിയ അത്ഭുതങ്ങൾ, ആയിരങ്ങൾ അതിനകത്ത് വിടുതൽ പ്രാപിച്ചിട്ടുണ്ട്. എങ്കിൽ കർത്താവിൻ്റെ വലിയ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടട്ടെ. കർത്താവ് നിങ്ങളെ മാനിക്കട്ടെ. ഹല്ലേലൂയ. എങ്കിൽ അടുത്ത ദിവസം കാണുമ്പോൾ ഈ സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.